ജനാർദ്ദനക്കുറിപ്പാണ്. മന്ത്രസിദ്ധി തന്ത്രത്തിലെ മലയാള മാന്ത്രികകൽപ്പം 660 പേജിൽ 117 കള്ളന് ഗുരുതി വെക്കാൻ. ഓം തിളുതിള വിളങ്ങുക. കാതിൽ ഔഷധകുണ്ടലം ധരിച്ച് ഓം കാരോടി കാരോടി വടക്കം ചെറുകാരോടി നീയും ഞാനും ചെല്ലുന്നിടത്ത് കൊല്ലിട്ട മുട്ടില്ല, ഒടിയില്ല, മാരണമില്ല, മരുന്ന് മന്ത്രമില്ല, ധയാനവും കർമ്മമില്ല, 1000 പന്തം 1000 ചൂട്ടും 1000 ഘാതം അരഘാതം വഴിയകലെയെങ്കിലും അടിവെട്ടി തച്ചടച്ച് എൻ കാൽക്കടിമയാകും പിടിപ്പാൻ കാലമായി വടക്ക് മഹാമേരു മുകളിലിരിക്കും സുബ്രഹ്മണ്യൻ മഹാഗണപതിയെ സ്വഹ. എഴുതി പുതുപാത്രത്തിൽ അരി നെല്ല് മുളക് മുതിര കടുക് എള്ള് 21 ഇട്ട് പൂവൻ വാഴയില കൊണ്ട് മുഖം കെട്ടി അടുപ്പിൻ മുകളിൽ വെച്ച് പഞ്ചാർച്ചന ചെയ്ത് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് പിലാവിറകാൽ കുറുക്കുക. 90 നാഴികയ്ക്കുള്ളിൽ കള്ളൻ വന്ന് പറയും. 118 പന്നിമുഖിയമ്മ വരാഹി. ഓം നമോ ഭഗവതേ. കുഞ്ഞിക്കണ്ണ് കുളിർമുലയും പന്നിമുഖവും വരാഹദംഷ്ട്രവും അരയ്ക്ക് കീഴിൽ നരരൂപം അരയ്ക്കുമേൽ വരാഹരൂപം ധരിച്ചിരിക്കും. വലങ്കൈയിൽ പള്ളിവാളും ഇടംകൈയിൽ പാത്രവട്ടകയും അഞ്ജനം പോലെ തിരുനിറവും ധരിച്ചിരുന്നവളും. മഹിഷിയമ്മ, നിന്നെ ഞാൻ സേവിക്കുമ്പോൾ സർവത ദേവതാഹാരം വരുത്തുക. ഓം പന്നിമുഖി സർവഭൂഷിണി ആധാരനായകി സർവവ്യാധിഹരം വരുത്തിത്തരിക സ്വാഹ. ഇഷ്ടരക്ഷ ചെയ്യുക ഇം സ്വാഹ. നെയ്യ് മോര് എന്നിവയിൽ ജപിച്ചു കൊടുക്കാം. ഭസ്മത്തിൽ ജപിച്ചെറിയാം. നെറുകയിലും നെറ്റിലും ഇടണം. സർവബാധകളും ഒഴിയും. 119 ഗർഭിണി മുട്ടർക്കാൻ. ഓം നമോ ഭഗവതേ. ഓം ശ്രീ മഹാദേവൻ്റെ ഭാര്യയും ശ്രീ പാർവതി അമ്മയ്ക്ക് 10 മാസം ഗർഭം തികഞ്ഞ് നോവും വിളിയും തുടങ്ങിയൊരു നേരത്ത് മഹാകാലം വന്ന് മുട്ടുതാങ്ങി നീക്കിയാരെപ്പോലെ ഇവരുടെ കെട്ടും മട്ടുമെല്ലാം വെന്തറ്റുപോകാം. ശ്രീ പാർവതി നല്ലമ്മയാണ് ഫലിക്കാൻ. മന്ത്രം പരമഗുരവേ നമ. 120 പുരുഷവശം. കരിമ്പൂച്ചം മീശയും വെള്ളരിക്കിൻ വേരും ഇരട്ടി മധുരം കൊടും ഇന്ദ്രിയവും അരച്ച് വയറ്റിൽ കൊടുക്കുക. 121 ബ്രഹ്മരാക്ഷസനെ ഒഴിപ്പിക്കാൻ. 16 ഖണ്ഡത്തിൽ നറുക്കുവെച്ച് അരി അവിൽ മലർ തർപ്പണം കറുത്തരി വെളുത്തരി തവിട് ഇവയാൽ പൂജിച്ച് തിരിവെച്ച് പാലും പൊടിയും പൂജിച്ച് അതിന് മന്ത്രം ഓം ബ്രം ഭ്രാം ഭ്രും ഹും ഹനഹന ഹും ഫൾ. ശേഷം സാഷ്ടാംഗം നമസ്കരിച്ച് മുക്കോൺ പത്മത്തിൽ ഹ്രീം എന്നെഴുതി ദളത്തിൽ ഓങ്കാരം നടത്തി 5 നറുക്ക് വെച്ച് മേൽപ്രകാരം പൂജിച്ച് പിണിദേഹത്തു നിന്നും അരിയും പുഷ്പവും കോടി വസ്ത്രവും കൊണ്ട് പ്രതിമയും പിടിച്ച് വീണ്ടും തകിട് അരി പുഷ്പം പ്രതിമ മുക്കോൺ പത്മത്തിൽ വെച്ച് 5 അർച്ചന ചെയ്ത് ഹോമപത്മത്തിൽ അഗ്നിപീഠം പൂജിച്ച് പ്ലാവ് എരിഞ്ഞ് കാഞ്ഞിര എന്നിവയ്ക്ക് ഉറകാക്കി ഹോമം. 122 ഇനി രക്ഷസിനെ ഒഴിപ്പിക്കാൻ ഒരു ഹോമം. മൂഷികനെ പിടിച്ച് പുതുപ്പാനിയിലാക്കി അരിയും പൂവും 101 ഒഴിഞ്ഞ് പുതുപ്പാനിയിലാക്കി പിണിവസ്ത്ര ജലം മുടിയും കൂടി ഇട്ടടച്ച് വായ്ക്കെട്ടി മുഖം കീഴായി ഇട്ടടച്ച് കുഴി തൂർത്ത് മെഴുകി അതിന്മീതെ പത്മമിട്ട് വലഭാഗം 16 ഖണ്ഡം പത്മമിട്ട് ഓങ്കാരം നടത്തി അതിന് വലഭാഗം വിളക്ക് വെച്ച് ഗണപതിക്ക് വെച്ച് പീഠവും ലട്ടും പ്രതിമയും വെച്ച് പഞ്ചാർച്ചന നടത്തി കാഞ്ഞിരം പിലാവ് ഇലഞ്ഞ് എന്നിവ കൊണ്ട് ഹോമം കൂട്ടി അരിയും പൂവും തിരിയും മുഴിഞ്ഞ് മേലേരി കൂട്ടി ഹോമിക്കാൻ ഇരിഞ്ഞില കൊട്ടത്തേങ്ങ എള്ള് കടുക് ചിറ്റമൃത് പേരാൽമുട്ട് കാരമുള്ള് കറുക മുമ്മൂന്ന് കെട്ടിയത് ഇവയെല്ലാം 101 ഉപ്പ് മുളക് പശുവിൻ പാൽ നെയ്യ് വെണ്ണ പാൽ പായസം. പിന്നെ രക്ഷസിനെ 6 അരയ്ക്കാൽ തൂക്കം സ്വർണ്ണ പ്രതിമയുണ്ടാക്കി പിണിയിൽ നിന്നും പ്രതിമയിലേക്ക് ആകർഷിച്ചു രക്ഷ കിട്ടുക. പൊന്നും നീരും പാരുക. ഹോമസർപ്പണം കഴിഞ്ഞാൽ പുതുപാത്രം മാന്തിയെടുക്കുക. എലി ചത്തെങ്കിൽ രാജ്യം കടത്തുക, ഇല്ലെങ്കിൽ നദി കടത്തുക. പ്രതിമ ദാനം ചെയ്യുകയോ ഉത്തമ പാത്രത്തിലാക്കി സ്ഥാപിക്കുകയോ ചെയ്യാം. 121 ബ്രഹ്മരക്ഷസനെ പ്രീതിപ്പെടുത്താൻ. വെളുത്തുവാവിന് രാവിലെ ബ്രഹ്മരക്ഷസന് പത്മിട്ട് പാൽപ്പായസം നടത്തി ക്ഷേത്രങ്ങളിലായാലും വിരോധമില്ല വാങ്ങിക്കൊണ്ടുവന്ന് നമ്മുടെ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ കടക്കൽ സ്ഥലം വൃത്തിയാക്കി വെള്ളം തെളിച്ച് മെഴുകി തൂശനില വെട്ടിവെച്ച് പാൽപ്പായസം മുഴുവനായി അതിൽ വിളമ്പി ഈ പറമ്പിലുള്ള ബ്രഹ്മരക്ഷസനും ഭൂതഗണങ്ങൾക്കും എന്ന് പറഞ്ഞു പോരുക. നിവേദിച്ച പാൽപ്പായസം മനുഷ്യൻ കഴിക്കരുത്. ഇങ്ങനെ 3 മുതൽ 9 മാസം വരെ പൗർണമിക്ക് ചെയ്യുക. ബ്രഹ്മരക്ഷസ് സന്തോഷിച്ച് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിക്കും. അനുഭവസിദ്ധം ചെയ്യും. ബ്രഹ്മരക്ഷസൻ്റെ ബാധ ഉണ്ടാകുകയില്ല, ശ്രേയസ് ഉണ്ടാവുകയും ചെയ്യും. 124 കരപ്പനൂതാൻ.
ഓം നമോ ഭഗവതേ. ഓം അകവാർപ്പൻ, പുറവാർപ്പൻ, ആനവാർപ്പൻ, കുതിരവാർപ്പൻ, ചോരവാർപ്പൻ, നീരുവാർപ്പൻ, ഇച്ചൊല്ലപ്പെട്ട വാർപ്പനെല്ലാം അകം വറ്റി പുറം വറ്റി നീരുവറ്റി ചോര വറ്റി പുണ്ണ് കരിഞ്ഞു പോക സ്വാമിയൻ ഗുരുവാണെ നമശിവ. എല്ലാ പുണ്ണിനും ഊതാം. ഗണ്ഡമാല, സൂര്യാഘാതം എന്നിവയ്ക്കും ഊതാം. അനുഭവം. 125. കൊടുങ്കാളി മന്ത്രം. ഓം ശക്തി ശിവായി ഭൈരവിയെ സ്വഹ. ഓം ശക്തി ഭൈരവിയെ. ഓം ശക്തി മഹാശക്തിയെ സ്വഹ. ഓം കാളികാളി കൊടുങ്കാളി പരമേശ്വരി കാളിയെ സ്വഹ. കൊടുങ്കാളി മന്ത്രം സർവ്വതിനും നന്ന്. ബാധകൾ ഒഴിപ്പിക്കാനും കാര്യലാഭത്തിനും ശാന്തികർമ്മങ്ങൾക്കും പറ്റും. നമഃശിവായ. ഇത്ര മതി.